നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണീയ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നാരായണീയത്തിലെ 5-ാമത്തെ ദശകമാണ് നമ്മൾ തുടങ്ങിയത്. 1-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയി ആഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂൻ ന അഹ്നോ ന രാത്രേ സ്ഥിതി തത്ര ഏകഃ ത്വം അശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മന എന്ന് 1-ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. അതായത് മഹാപ്രളയത്തിൽ ഭഗവാനിൽ വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവനും ലയിച്ചു ചേർന്നു. ഈ ലോകത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വ്യക്താവ്യക്തമായ ഈ പ്രപഞ്ചമോ രാത്രിയോ പകലോ അമൃതമോ മരണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങ് മാത്രം ഇവിടെ അവശേഷിച്ചു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, അങ്ങിപ്പോൾ എല്ലാം തന്നിൽ ഒതുക്കിയിട്ട് ചില്ലീലാരതിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില്ലീലയിൽ മുഴുകിയിരിക്കുക. തൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഇറങ്ങി അതിലങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കുക. മാനസിക വ്യാപാരത്തിൽ മാത്രം അങ്ങ് ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാട്ടോ. കാല കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസോനസദൃശാം ഭൂയോ ഭവേൽ സംഭവ. നമുക്കതിൻ്റെ പദച്ഛേദം അന്വയം തുടങ്ങിയവ നോക്കാട്ട, അർത്ഥമൊക്കെ നോക്കാം. കാല കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസോനസദൃശാം ഭൂയോ ഭവേൽ സംഭവ. ഒന്നുകൂടി ചൊല്ലാം. കാല കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസോനസദൃശാം ഭൂയോ ഭവേൽ സംഭവ. പദച്ഛേദം നമുക്ക് നോക്കാം. കാലഃ കർമ്മഗുണാഃ പ്ലസ് ച കർമ്മഗുണാശ്ച ജീവനിവഹാഃ വിശ്വം പ്ലസ് ച വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം പ്ലസ് ഏയുഷി ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു നിർലീനതാം പ്ലസ് ആയയുഹു തേഷാം നൈവ ന പ്ലസ് ഏവ നൈവ വദന്ത്യസത്വമയി വദന്തി പ്ലസ് അസത്വം പ്ലസ് ഐ
വദന്തി അസത്വമയി. വദന്തി പ്ലസ് അസത്വം പ്ലസ് ഐ. ഭോഹോ ശക്ര്യാത്മന തിഷ്ഠതാം. നോ ചേത് ന ചേത്. നോ എന്നുള്ളത് ന എന്ന് വേണ്ടു. ന ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയഃ ഭവേത് സംഭവഃ. ഭൂയോ ഭവേൽ സംഭവഃ. ഭൂയഃ പ്ലസ് ഭവേത് പ്ലസ് സംഭവഃ. ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. കാലഃ എന്ന് വെച്ചാൽ കാലം എന്നർത്ഥം. കർമ്മഗുണാശ്ച കർമ്മങ്ങളും ഗുണങ്ങളും എന്നർത്ഥം. കർമ്മങ്ങൾ എന്ന് വെച്ചാൽ സുകൃതമോ ദുഷ്കൃതമോ ആയ കർമ്മങ്ങൾ. നല്ല കർമ്മങ്ങളോ ചീത്ത കർമ്മങ്ങളോ എന്നർത്ഥം. നമ്മൾ ചെയ്യുന്നതിൽ നല്ലതാണെങ്കിൽ പറയും നമ്മൾ സുകൃതം എന്ന് പറയും. ചീത്ത കർമ്മമാണെങ്കിൽ പറയും ദുഷ്കൃതം എന്ന് പറയും. ഗുണാഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങൾ. കാലം, കർമ്മം, ഗുണം. പിന്നെ ജീവനിവഹാഹ ജീവനിവഹം ജീവൻ്റെ ജീവികളുടെ നിവഹം കൂട്ടം സമൂഹം എന്നർത്ഥം. വിശ്വം ച വിശ്വം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്നർത്ഥം. വിശ്വം പ്രപഞ്ചം. ച എന്ന് വെച്ചാൽ ആൻഡ് എന്നർത്ഥം. വിശ്വം ച വിശ്വവും പ്രപഞ്ചവും. കാര്യം എന്ന് വെച്ചാൽ മായയുടെ കാര്യം എന്നർത്ഥം. മായാകാര്യമായ എന്നർത്ഥം. വിഭോ എന്ന് വെച്ചാൽ സർവവ്യാപിയായ ഭഗവാനെ എന്നർത്ഥം. ചില്ലീലാരതിം ചില്ലീലാരതി ചില്ലീലയിലുള്ള രതി. രതി താല്പര്യം. ചിത് പ്ലസ് ലീല. ചിത് എന്ന് വെച്ചാൽ മനസ്സ് എന്നർത്ഥം. ചിത്തം മനസ്സ്. ചിത് ലീല ചിത്തിലുള്ള ലീല. ചിത്ത് മനസ്സിൻ്റെ പ്രവൃത്തി ചിന്തയാണ് അല്ലേ. അല്ലെങ്കിൽ മനസ്സിൽ ഓരോ കാര്യങ്ങൾ വിചാരിച്ച് അങ്ങനെ ഇരിക്കുക. അതാണ് മനസ്സിൻ്റെ ജോലി തന്നെ. മനസ്സിലെന്താണോ നമുക്ക് തോന്നുന്നത് അതിലങ്ങനെ ലയിച്ചിരിക്കുക. ചില്ലീലാരതിം ചില്ലീലയിൽ മനസ്സിലുള്ള ലീല അതിലുള്ള രതി താല്പര്യം എന്നർത്ഥം. ഏയുഷി എന്ന് വെച്ചാൽ പ്രാപിച്ച. ത്വയി അങ്ങയിൽ നിന്നിൽ. തത് അപ്പോൾ അക്കാലത്ത്. നിർലീനതാം ആയയുഹു നിർലീനത നിശേഷമായ ലീനത ലയിക്കൽ. മുഴുവനായും ലയിക്കുന്ന അവസ്ഥയ്ക്ക് നിർലീനത എന്ന് പറയുക. ആയയുഹു എന്ന് വെച്ചാൽ വന്നു ചേർന്നു എന്നർത്ഥം. നിർലീനതാം ആയയുഹു എന്ന് വെച്ചാൽ നിശേഷം ലയിച്ചിരിക്കുന്ന അവസ്ഥയെ ആയയുഹു പ്രാപിച്ചു എന്നർത്ഥം. തേഷാം അവയ്ക്ക്. നൈവ വദന്തി. നൈവ ന പ്ലസ് ഏവ നൈവ ഇല്ല എന്നർത്ഥം. വദന്തി പറയുന്നു. നൈവ വദന്തി പറയുന്നില്ല. അസത്വം സത്വം വെച്ചാൽ ഉണ്മ ഉണ്ട് എന്ന അവസ്ഥയ്ക്കാണ് സത്വം എന്ന് പറയുന്നത്. അസത്വം വെച്ചാൽ ഇല്ല എന്ന അവസ്ഥ എന്നർത്ഥം. അസത്വം. അയി എന്ന് വെച്ചാൽ അല്ലയോ എന്നർത്ഥം. അയി അല്ലയോ ഭഗവാനെ എന്നർത്ഥം. അയി ഭോഹോ ഭോഹോ അല്ലയോ ഭഗവാനെ എന്നർത്ഥം. ഭോഹോ എടോ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ശക്ര്യാത്മന ശക്തി സ്വരൂപമായിട്ട്. തിഷ്ഠതാം സ്ഥിതി ചെയ്യുന്ന നിലനിന്നിരുന്ന എന്നർത്ഥം. ശക്തി സ്വരൂപമായിട്ട് നിലനിന്നിരുന്ന വർത്തിച്ചിരുന്ന എന്നൊക്കെ അർത്ഥം. ശക്ര്യാത്മന തിഷ്ഠതാം. നോ ചേത്. നോ എന്ന് വെച്ചാൽ ന ഇല്ല. ചേത് എങ്കിൽ. നോ ചേത് ഇല്ല എങ്കിൽ അല്ല എങ്കിൽ എന്നൊക്കെ അർത്ഥം. കിം എന്ന് വെച്ചാൽ ചോദിച്ചിനാണ്. കിം എന്ത് എന്നർത്ഥമുണ്ട്. ഇവിടെ ഗഗന പ്രസൂന സദൃശാം. ഗഗനം വെച്ചാൽ ആകാശം. പ്രസൂനം സുമം പുഷ്പം കുസുമം. സദൃശം തുല്യം എന്നർത്ഥം. ഗഗന പ്രസൂന സദൃശാം ആകാശ പുഷ്പത്തിന് തുല്യമാണ് എന്നർത്ഥം. ഭൂയഃ വീണ്ടും. ഭൂയഃ വീണ്ടും. ഭവേത് ഭവിക്കും. ഭവേത് ഭവിക്കും. ഭവേത് കിം ഭവിക്കുമോ എന്നർത്ഥം. ഭവിക്കുമോ. ഭൂയോ ഭവേത് സംഭവഃ. ഭൂയോ ഭവേത് സംഭവഃ.
വീണ്ടും സംഭവം എന്ന് വെച്ചാൽ ഭവിക്കൽ, ഉൽപ്പത്തി, ഭവേത് കിം ഉണ്ടാകുമോ എന്നർത്ഥം. ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം പറയാം കേട്ടോ. നോക്കൂ, ആദ്യം വിഭോ വിളിക്കുകയാണ് ഭഗവാനെ. വിഭോ സർവവ്യാപിയായ ഭഗവാനെ. തദാ അപ്പോൾ, അന്ന്, ആ പ്രളയകാലത്ത്, കാലഹ കർമ്മഗുണാഹ ച, കാലഹ കാലവും, കർമ്മഗുണാഹ ച കർമ്മങ്ങളും ഗുണങ്ങളും, കർമ്മങ്ങൾ എന്ന് വെച്ചാൽ സുകൃതമോ ദുഷ്കൃതമോ ആയ കർമ്മങ്ങളും, ഗുണാഹ സത്വം രജഹ തമഹ എന്നീ ഗുണങ്ങളും, അതുപോലെ ജീവനിവഹാഹ ജീവികളുടെ സമൂഹവും, കാര്യം വിശ്വം ച മായാകാര്യമായ വിശ്വവും ഈ പ്രപഞ്ചവും, ചില്ലീലാരതിം ഏയുഷി ത്വയി ചില്ലീലയിൽ, ചിത് ലീല ചില്ലീല സ്വന്തം മനസ്സിൽ മാനസിക വിചാരങ്ങളിൽ മാത്രം ലയിച്ചിരിക്കുക എന്നാണ് ചില്ലീല എന്നർത്ഥം. ചിത് ലീല ചില്ലീല. ചിത് എന്ന് വെച്ചാൽ മനസ്സ്, ചിത്ത് മനസ്സ്, മനസ്സിൻ്റെ ലീല മാനസികമായ ചിന്തകളാണ്. അതിൽ മാത്രം ലയിച്ചിരിക്കുക. ഭഗവാൻ തൻ്റെ സ്വന്തം ചില്ലീലയിൽ, സ്വന്തം മാനസിക വ്യാപാരത്തിൽ മാത്രം ഇങ്ങനെ ലയിച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ത്വയി നിന്നിൽ, ഭഗവാനിൽ, നിർലീനതാം ആയയുഹു നിശേഷം ലയിച്ചിരിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചു. അതായത് ഭഗവാൻ ഇപ്പം ചില്ലീലയിൽ ലയിച്ചിരിക്കുകയാണ്. ഭഗവാൻ സ്വന്തം മാനസിക വ്യാപാരത്തിൽ മാത്രം ലയിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ലോകം പ്രപഞ്ചമൊന്നും ഉണ്ടായിരുന്നില്ല, സുഖദുഃഖങ്ങൾ ഉണ്ടായിരുന്നില്ല, രാപ്പകലുകൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ അദ്ദേഹം സ്വന്തം മനസ്സിൽ ഉള്ള വിചാരങ്ങളിൽ തൽപരനായിട്ട് അങ്ങനെ ലയിച്ച്, അതായത് ചില്ലീലയിൽ മുഴുകിയിരിക്കുന്ന ഈ സമയത്ത്, അല്ലയോ ഭഗവാനെ, അപ്പോൾ ആ സമയത്ത്, ആ പ്രളയകാലത്ത് കാലവും കർമ്മങ്ങളും ഗുണങ്ങളും ജീവികളുടെ സമൂഹവും മായാകാര്യമായ പ്രപഞ്ചവും ചില്ലീലയിൽ മുഴുകിയിരിക്കുന്ന അങ്ങയിൽ നിർലീനതാം ആയയുഹു, നിർലീനത നിശേഷം ലയിച്ചിരിക്കുന്ന അവസ്ഥ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങയിൽ അങ്ങനെ ലയിച്ചു പോയിന്ന്. ഐ ഭോ, അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പ, ശക്തിയാത്മനാ തിഷ്ഠതാം, ശക്തിസ്വരൂപമായിട്ട് നിലനിന്നിരുന്ന അല്ലെങ്കിൽ വർത്തിച്ചിരുന്ന, തേഷാം അവയ്ക്ക്, കാലം കർമ്മം ഗുണം തുടങ്ങിയവയ്ക്ക്, അസത്വം ഇല്ല എന്ന അവസ്ഥ, സത്ത് എന്ന് വെച്ചാൽ ഉള്ളത് എന്ന അവസ്ഥ, അസത്ത് എന്ന് വെച്ചാൽ ഇല്ല എന്ന അവസ്ഥ, അസത്വം ഇല്ല എന്ന അവസ്ഥ, നൈവ വദന്തി പറയുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ ശക്തിസ്വരൂപമായിട്ട് വർത്തിച്ചിരുന്ന ആ കാലം കർമ്മം ഗുണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവ ഒട്ടും തന്നെ ഇവിടെ ഇല്ല, എല്ലാം അങ്ങയിൽ ലയിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുല്ലോ. എങ്കിലും അതിവിടെ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തേഷാം അവയ്ക്ക് അസത്വം ഇല്ല എന്ന അവസ്ഥ, നൈവ വദന്തി തീരെ പറയുന്നില്ല, നോ ചെയ്ത് അല്ലെങ്കിൽ അവയ്ക്ക് അസത്വമുണ്ട് എങ്കിൽ, ഇവിടെ ഇല്ല എന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ, അവ ഇവിടെ സ്ഥിരമായിട്ടില്ല എങ്കിൽ, ഗഗനപ്രസൂന സദൃശാം തേഷാം ആകാശകുസുമ തുല്യമായ അവയ്ക്ക്, ഭൂയഃ സംഭവഃ ഭവേത് കിം വീണ്ടും സംഭവം ഭവിക്കൽ ഉൽപ്പത്തി ഭവേത് കിം ഉണ്ടാകുമോ എന്നർത്ഥം. എന്ന് വെച്ചാൽ ആകാശകുസുമം പോലെ എന്ന് വെച്ചാൽ, ആകാശകുസുമം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ? ആകാശത്ത് പുഷ്പം ഉണ്ടാവാറുണ്ടോ? ഒരിക്കലും ഇല്ല. എങ്കിൽ നമ്മൾ ആകാശകുസുമം എന്ന് പറയാറുണ്ട്, ഗഗനപ്രസൂനം എന്ന് പറയുന്നുണ്ട്. അത് ഇല്ലാത്ത, ഒരിക്കലും ഇല്ല എന്നുള്ളൊരു വസ്തു പിന്നെ ഉണ്ട് എന്ന് പറയുക. അതുപോലെ ഈ കാലം കർമ്മം ഗുണം എന്നിവ ഇല്ല, ഇവയ്ക്ക് ഇല്ല എന്ന അവസ്ഥ
ആരും തന്നെ പറയുന്നില്ല. ചവ ഉണ്ട് ഇവിടെ ശരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത് വീണ്ടും ഇവിടെ അതിൻ്റെ ഉൽപ്പത്തി ഉണ്ടാവോ എന്നാണ് ചോദിക്കണത്. അതിൻ്റെ അർത്ഥം ഒന്നും കൂടി നമുക്ക് നോക്കാം. അങ്ങ് ചില്ലീലാരതിയെ എന്ന് വെച്ചാൽ യോഗനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന ആ അവസരത്തിൽ സത്വരജസ് തമോ ഗുണങ്ങളും അവയെ ക്ഷോഭിപ്പിക്കുന്ന കാലവും ജീവകോടികളുടെ പുണ്യവും പാപവും പ്രപഞ്ചകാര്യങ്ങളും എല്ലാം അങ്ങയിൽ ലയിച്ചിരുന്നു, നിശേഷം ലയിച്ചിരുന്നു. കാരണസ്വരൂപത്തോടു കൂടി അങ്ങയിൽ ലയത്തെ പ്രാപിച്ചിരുന്ന അവയ്ക്ക് അത്യന്ത അഭാവത്തെ വേദങ്ങൾ പറയുന്നില്ല. ഇവയുടെ അഭാവം, അത്യന്ത അഭാവത്തെക്കുറിച്ച് തീരെയില്ല എന്ന് വേദങ്ങൾ പറയുന്നില്ല. അവ അങ്ങയിൽ ലയിച്ച് കിടക്കാതെ അത്യന്ത അഭാവങ്ങളായി തന്നെ ഇരുന്നു എങ്കിൽ സൃഷ്ടി സമയത്ത് ആകാശകുസുമ സദൃശങ്ങളായിരിക്കുന്ന ആ കാലാദികൾ എങ്ങനെ ഉത്ഭവിക്കും എന്നാണ് അർത്ഥം. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കാല കർമ്മഗുണശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ര്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവിൽ സംഭവഃ. വളരെ കടുകട്ടിയായിട്ടുള്ള അർത്ഥമാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വീണ്ടും 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 വായിച്ച് നമുക്ക് അർത്ഥം ഹൃദിസ്ഥമാക്കാൻ സാധിക്കൂ കേട്ടോ. നോക്കൂ കേട്ടോ, ഒന്നുകൂടി ചൊല്ലാം. കാല കർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ര്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവിൽ സംഭവഃ. നമുക്കടുത്ത ശ്ലോകം നോക്കാം. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതാ വീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാം. ഒന്നുകൂടി വായിക്കാം. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതാ വീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാ സഹായക്രിയാം. പദച്ഛേദം. ഏവം പ്ലസ് ച ഏവം ച, ഏവം പ്ലസ് ച ഏവം ച. ദ്വിപരാർദ്ധകാലവിഗതൗ പ്ലസ് ഈക്ഷാം, വിഗതൗ പ്ലസ് ഈക്ഷാം വിഗതാവീക്ഷാം. ദ്വിപരാർദ്ധകാലവിഗതൗ പ്ലസ് ഈക്ഷാം ദ്വിപരാർദ്ധകാലവിഗതാവീക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാദഃ ഖലു കാലശക്തിഃ അഖിലാ അദൃഷ്ടം. കാലശക്തിരഖിലാദൃഷ്ടം. കാലശക്തിഃ പ്ലസ് അഖില പ്ലസ് അദൃഷ്ടം.
സ്വഭാവോബി സ്വഭാവഃ പ്ലസ് അബി സ്വഭാവോബി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുഃ പ്ലസ് തസ്യാഹ പ്ലസ് സഹായക്രിയാം വിദധുസ്തസ്യാ സഹായക്രിയാം. ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഏവം ഇങ്ങനെ, ദ്വിപരാർദ്ധകാല വിഗതൗ രണ്ട് പരാർദ്ധം സംവത്സരങ്ങൾ കടന്നുപോയപ്പോൾ, ഈക്ഷാം ഈക്ഷ നോട്ടം, സിസൃക്ഷാത്മികാം സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയ എന്നർത്ഥം, ബിഭ്രാണേ ചെയ്തപ്പോൾ, ത്വയി എന്ന് വെച്ചാൽ അങ്ങ്, ചുക്ഷുഭേ ക്ഷോഭിച്ചു, ത്രിഭുവനീഭാവായ ത്രിഭുവനങ്ങൾ മൂന്ന് ലോകങ്ങൾ സൃഷ്ടിക്കാനായിട്ട്, മായ എന്നുവെച്ചാൽ മായ തന്നെ അർത്ഥം, മായാതഃ ഖലു ആ മായയിൽ നിന്ന് തന്നെ, കാലശക്തി കാലം എന്ന ശക്തിയും, അഖിലാദൃഷ്ടം അഖിലം ച മുഴുവനും എല്ലാം, അദൃഷ്ടം കാണപ്പെടാത്ത എന്നർത്ഥം, സ്വഭാവഃ അപി ച സ്വഭാവവും, പ്രാദുർഭൂയ പ്രാദുർഭൂയ തെളിഞ്ഞു വന്നിട്ട്, ഗുണാൻ വികാസ്യ ഗുണങ്ങളെ ത്രിഗുണങ്ങളെ വികസിപ്പിച്ച്, വിദധുഃ ചെയ്തു, തസ്യാഹ അതിന് ആ മായയ്ക്ക്, സഹായക്രിയാം സഹായമായി നിൽക്കുന്ന ക്രിയയെ പ്രവൃത്തിയെ എന്നാണ് വാക്കുകളുടെ അർത്ഥം. ഇനി നമുക്കതിൻ്റെ അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം കേട്ടോ. ഏവം ച ഇപ്രകാരം, എപ്രകാരം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ചില്ലീലാരതിയിൽ പരമാനന്ദ പ്രകാശാത്മാവായിട്ട് സകലതും ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കുന്ന അവസരത്തിൽ എന്നർത്ഥം. അതായത് എല്ലാം ഭഗവാൻ തൻ്റെ ചില്ലീലാരതിയിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാതും ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞു. ഈ വിശ്വം മുഴുവനും ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സമയത്ത് രണ്ട് പരാർദ്ധകാലം കഴിഞ്ഞു. എന്താണ് രണ്ട് പരാർദ്ധകാലം എന്ന് വെച്ചാൽ, ഒരു ബ്രഹ്മാവിൻ്റെ ജീവിതകാലം, അതായത് ആയുഷ്കാലമാണ് രണ്ട് പരാർദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പരാർദ്ധകാലം കഴിഞ്ഞപ്പോൾ, അതായത് ഈ പ്രപഞ്ചം മുഴുവനും ചില്ലീലാരതിയിൽ മുഴുകിയിരിക്കുന്ന ഭഗവാനിൽ ലയിച്ചു പോയി. അങ്ങനെ രണ്ട് പരാർദ്ധം കഴിഞ്ഞപ്പോൾ, അതിന് കണക്കുണ്ട് കേട്ടോ. ഓരോ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം രണ്ട് പരാർദ്ധകാലമാണ് ബ്രഹ്മാവിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്. 360 മനുഷ്യവർഷമാണ് ഒരു ദേവവർഷം. 360 മനുഷ്യവർഷമാണ് ഒരു ദേവവർഷം. 12,000 ദേവവർഷങ്ങളാണ് ചതുർയുഗം. ചതുർയുഗം എന്ന് വെച്ചാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങൾക്ക് എത്ര ദേവവർഷമാണ്? 12,000 ദേവവർഷങ്ങൾ. 2000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മദിനം. 360 ബ്രഹ്മദിനമാണ് ഒരു ബ്രഹ്മവർഷം. അതും കഴിഞ്ഞിട്ട് 50 ബ്രഹ്മവർഷങ്ങളാണ് ഒരു പരാർദ്ധം. 2 പരാർദ്ധമാണ് ഒരു ബ്രഹ്മായുസ് എന്ന് പറഞ്ഞാൽ കണക്കാക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ല. നോക്കൂ, 360 മനുഷ്യവർഷമാണ് ഒരു ദേവവർഷം. 12,000 ദേവവർഷമാണ് ഒരു ചതുർയുഗം. 2000 ചതുർയുഗങ്ങളാണ് ഒരു ബ്രഹ്മാവിൻ്റെ ദിനം. 360 ബ്രഹ്മദിനമാണ് ഒരു ബ്രഹ്മവർഷം. 50 ബ്രഹ്മവർഷമാണ് ഒരു പരാർദ്ധം. 2 പരാർദ്ധമാണ് ഒരു ബ്രഹ്മായുസ്. എന്ന് വച്ചാൽ ഭഗവാനിൽ എല്ലാതും ലയിച്ചിട്ട് ഒരു ബ്രഹ്മായുസ് കഴിഞ്ഞു. ചിന്തിക്കാൻ പോലും പറ്റില്ല, നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല. അത്രയും കാലം കഴിഞ്ഞപ്പോൾ അങ്ങ് ദ്വിപരാർദ്ധകാല വിഗതൗ
ത്വയി 2 പരാർത്ഥകാലം കഴിഞ്ഞപ്പോൾ അങ്ങ് സിസൃക്ഷാത്മികാം ഈക്ഷാം ബിഭ്രാണേ സിസൃക്ഷാരൂപത്തിലുള്ള സൃഷ്ടിക്കാനുള്ള ആഗ്രഹമാണ് സിസൃക്ഷ. സിസൃക്ഷാരൂപത്തിലുള്ള ഈക്ഷ ഈക്ഷണം എന്ന ക്രിയയെ നോട്ടം അങ്ങ് കണ്ണ് തുറക്കുകയാണ് സൃഷ്ടിക്കാനായിട്ട്. അതിനായിട്ട് ബിഭ്രാണേ കൈക്കൊള്ളുന്നവനായപ്പോൾ, അതായത് 2 പരാർത്ഥകാലം കഴിഞ്ഞു പോയപ്പോൾ, അതായത് ഒരു ബ്രഹ്മ ആയുസ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തന്നിൽ ലയിപ്പിച്ചിരുന്നിരുന്ന ഭഗവാൻ സിസൃക്ഷാരൂപത്തിലുള്ള സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ഈക്ഷണം എന്ന ക്രിയയെ നോട്ടം എന്ന ക്രിയയെ കൈക്കൊണ്ടപ്പോൾ ബിഭ്രാണേ ത്രിഭുവനീഭാവായ ത്രിഭുവനമാകാൻ 3 ലോകമായി തീരാനായിട്ട് മായ സ്വയം ചുക്ഷുഭേ മായ സ്വയം തന്നെത്താൻ ചുക്ഷുഭേ ക്ഷോഭിച്ചു വശായി. അങ്ങ് സൃഷ്ടിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ മായ സ്വയം ത്രിഭുവനീഭാവായ ഭുവനത്രയമായി തീരാനായിട്ട് മായ സ്വയം ക്ഷോഭിച്ചു വശായി ഇളകി വശായി. മായാതഃ ആ മായയിൽ നിന്ന് തന്നെ കാലശക്തി കാലം എന്ന ശക്തിയും അഖിലാദൃഷ്ടം മുഴുവനുമായിട്ട് ദുഷ്കൃത സുകൃത രൂപമായ എല്ലാ അദൃഷ്ടവും, സുകൃതം എന്ന് പറഞ്ഞാലും ദുഷ്കൃതം എന്ന് പറഞ്ഞാലും കാണാൻ പറ്റില്ല അത്ര, അതിനാണ് സുകൃത ദുഷ്കൃത രൂപത്തിലുള്ള അഖിലവും അദൃഷ്ടം കാണാൻ പറ്റാത്ത സുകൃത ദുഷ്കൃത രൂപമായ എല്ലാ അദൃഷ്ടവും സ്വഭാവഃ അപീച്ച സ്വഭാവവും പ്രാദുർഭൂയ തെളിഞ്ഞു വന്നിട്ട് ഗുണാൻ വികാസ്യ ത്രിഗുണങ്ങളെ സത്വരജസ്തമോ ഗുണങ്ങളെ വികസിപ്പിച്ച് തസ്യാഹ ആ മായയ്ക്ക് സഹായക്രിയാം വിദധുഹു സഹായമായി നിൽക്കുക എന്ന പ്രവൃത്തിയെ ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാൻ്റെ അർത്ഥം, അതായത് ഇങ്ങനെ ഭഗവാനിൽ എല്ലാം ലയിച്ച് ഈ ലോകമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു, ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല, സുഖദുഃഖങ്ങൾ ഉണ്ടായിരുന്നില്ല പറഞ്ഞല്ലോ, രാത്പകലുകൾ ഉണ്ടായിരുന്നില്ല, എല്ലാം ഭഗവാനിൽ ലയിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ബ്രഹ്മായുസ് കഴിഞ്ഞപ്പോൾ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയ ഒരു നോട്ടമെന്ന പ്രക്രിയയെ കൈക്കൊണ്ടപ്പോൾ, ആദ്യം ലോകം സൃഷ്ടിക്കണം, പിന്നെ ചരാചരങ്ങളെ സൃഷ്ടിക്കണം, എല്ലാം സൃഷ്ടിക്കണ്ടേ. സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങ് ഒരു കണ്ണ് തുറന്നു ഒരു ഈക്ഷണത്തെ ചെയ്തപ്പോൾ ത്രിഭുവനീഭാവയ 3 ലോകങ്ങളുമായി തീരാനായി, ഭുവനത്രയമായി തീരുവാനായി മായ തന്നെത്താൻ ക്ഷോഭിച്ചു ഇളകി വശായി. ആ മായയിൽ നിന്ന് തന്നെ കാലം എന്ന ശക്തിയും സുകൃത ദുഷ്കൃത രൂപമായ എല്ലാ അദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് പ്രാദുർഭൂയ തെളിഞ്ഞു വന്നിട്ട് ഗുണങ്ങളെ ത്രിഗുണങ്ങളെ വികസിപ്പിച്ച് ആ മായയ്ക്ക് സഹായക്രിയയെ സഹായമായി നിൽക്കുക എന്ന പ്രവൃത്തിയെ അങ്ങ് ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒന്നുകൂടി ഞാൻ പറയാം. ഇങ്ങനെ സകലവും ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ 2 പരാർത്ഥം കഴിഞ്ഞപ്പോൾ ബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന അങ്ങ് സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി മായയെ മെല്ലെ കടാക്ഷിച്ചു. അപ്പോൾ മായ സ്വയം ബ്രഹ്മത്തിൽ നിന്നും വേറെയോ എന്ന് തോന്നുമാറ് ത്രൈലോക്യ സ്വരൂപിയായി തീരാനായി ചലിച്ചു.
അപ്പോൾ ആ മായയിൽ നിന്നും ഈശ്വരൻ്റെ കാലശക്തിയും എല്ലാ ജീവകോടികളുടെയും സുകൃതങ്ങളും ദുഷ്കൃതങ്ങളും ആയ വാസനകളും ഉത്ഭവിച്ചു. അതിനുശേഷം ആ കാലശക്തി ആദികൾ, കാലശക്തി അതുപോലെ തന്നെ സുകൃതങ്ങൾ ദുഷ്കൃതങ്ങൾ എന്നിവയെല്ലാം ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ വേർപെടുത്തി മായയുടെ പ്രപഞ്ച സൃഷ്ടിയിൽ സഹായിച്ചു. ഇങ്ങനെ സകലവും ബ്രഹ്മത്തിൽ തന്നെ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ 2 പരാർത്ഥം കഴിഞ്ഞപ്പോൾ ബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന അങ്ങ് സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി മായയെ മെല്ലെ കടാക്ഷിച്ചു. അപ്പോൾ മായ സ്വയം ബ്രഹ്മത്തിൽ നിന്നും വേറെയോ എന്ന് തോന്നുമാറ് ത്രൈലോക്യ സ്വരൂപിയായി തീരാനായി ചലിച്ചു. അപ്പോൾ ആ മായയിൽ നിന്നും ഈശ്വരൻ്റെ കാലശക്തിയും എല്ലാ ജീവകോടികളുടെയും സുകൃതങ്ങളും ദുഷ്കൃതങ്ങളും ആയ വാസനകളും ഉത്ഭവിച്ചു. അതിനുശേഷം ആ കാലശക്തി ആദികൾ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ വേർപെടുത്തി മായയുടെ പ്രപഞ്ച സൃഷ്ടിയിൽ സഹായിച്ചു. ചൊല്ലാം ശ്ലോകം ഒന്നുകൂടി. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതാവീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാ സഹായക്രിയാം. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതൗ ഈക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാം. അർത്ഥം പഠിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ശ്ലോകം വീണ്ടും 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 വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. നമുക്ക് അടുത്ത ദിവസം അടുത്ത ശ്ലോകം ചൊല്ലാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.